പാലക്കാട് ജനവാസ മേഖലയിൽ തമ്പടിച്ച PT5 കാട്ടാനയെ ചികിത്സ നൽകി വനത്തിനുള്ളിലേക്ക് തുരത്തി. പ്രാഥമിക ചികിത്സയാണ് നൽകിയതെന്ന് ഡോക്ടർ അരുൺ സക്കറിയ അറിയിച്ചു. ഒരു കണ്ണിന് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. റേഡിയോ കോളർ ധരിപ്പിച്ചാണ് കാട്ടിലേക്ക് ആനയെ മടക്കി അയച്ചിരിക്കുന്നത്. 20 ദിവസം നിരീക്ഷണം തുടരും എന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് നിന്ന്. ശ്രീജിത്ത്, താരതമ്യേന വലിയ പ്രതിസന്ധികളൊന്നുമില്ലാതെ, വെല്ലുവിളികളൊന്നുമില്ലാതെ ആ ദൗത്യം പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞു, വനംവകുപ്പ് സംഘത്തിന് കഴിഞ്ഞു. ഇതിനെ തുടർന്ന് നിരീക്ഷിക്കുക എന്നതടക്കം തുടർ നടപടികൾ എങ്ങനെയായിരിക്കും ശ്രീജിത്ത്? ഇന്ന് രാവിലെ ഒരു 8 മണിയോടുകൂടി തുടങ്ങിയ ദൗത്യം ഒരു മണിയോടുകൂടിയാണ് അവസാനിച്ചത്. 12 മണിയോടുകൂടി അതിനെ തിരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളും വനംവകുപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആനയെ തിരിച്ച് ചികിത്സ നൽകി. 2 കണ്ണിനും കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഡോക്ടർ അരുൺ സക്കറിയ അറിയിച്ചത്. മറ്റേ കണ്ണിന്റെ കാഴ്ച ഭാഗികമായാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. എന്തായാലും 2 കണ്ണുകൾക്കും മരുന്ന് നൽകിയിട്ടുണ്ട്, മരുന്ന് വെച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളും വനംവകുപ്പ് അല്പസമയം മുൻപ് പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും കൂടാതെ മറ്റ് കാട്ടാനയുമായി, അതായത് PT14 ചെറിയ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ശരീരത്തിൽ പരിക്കുകളുണ്ട്. എന്തായാലും ഇപ്പോൾ ആനയെ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള നടപടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉൾവനത്തിലേക്ക് ഏതാണ്ട് ഉൾവനത്തിനടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. റേഡിയോ കോളർ അടക്കം ധരിപ്പിച്ചാണ് പറഞ്ഞു വിട്ടിട്ടുള്ളത്. അപ്പോൾ ആനയുടെ നീക്കങ്ങൾ ഇനി പൂർണ്ണമായി നിരീക്ഷിക്കാൻ കഴിയും. എന്തായാലും 20 ദിവസം കൂടി നിരീക്ഷണം തുടരും. അതിനുശേഷം മറ്റു നടപടിക്രമങ്ങളിലേക്ക്, ഇനി തുടർ ചികിത്സ എങ്ങനെ വേണം എന്നതിനെ കുറിച്ചുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്.